സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി രേവതിക്ക് വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണ് ഇത്, നീ ഇനി ഓടിക്കണം എന്ന് പറയുന്നു. ഇനി നിനക്ക് നിൻ്റെ സ്വന്തമായിട്ടൊരു വരുമാനത്തിൽ നിനക്കിനി മുന്നോട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അപ്പോൾ ചോദിക്കും, നിനക്കിത് ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിൻ എൻ്റെ പുറകിലേക്ക് കയറിയിരുന്നു എന്ന് പറയും. അപ്പോൾ ചോദിക്കും, നീ എന്താ അങ്ങനെ പറഞ്ഞ്, ഞാൻ ഓടിക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ അവളുടെ പുറകിൽ തന്നെ കയറിയിരിക്കുക, ആ വണ്ടിയിൽ കയറിയിരിക്കുക, അവൾ ഓടിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവൾ താക്കോല് മേടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ സച്ചിയും വണ്ടിയുടെ പുറകിൽ കയറുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞ് വണ്ടി ഓടിച്ചു പോകുന്ന സീനുകളാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് അവർ ഭയങ്കര സന്തോഷത്തോടെയാണ് രേവതി സച്ചിയെ വണ്ടിയും കൊണ്ട് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് സുധീനെയാണ്. സുധി ഇങ്ങനെ റൂമിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ ചോദിക്കുക, എന്താ സംസാരിക്കാനുള്ളതെന്ന് പറയുമ്പോൾ അവരൊക്കെ കണ്ടോ, ഓരോ അടിക്കടി മുകളിലേക്കാണ് അവർക്ക് ഉയർച്ച, എൻ്റെ അത്ര വിദ്യാഭ്യാസം പോലുമില്ല, പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവർക്ക് അധ്വാനിക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കും, അവരെയൊക്കെ സഹായിക്കാൻ ആൾക്കാരുണ്ട്, എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും സച്ചിനെ സഹായിക്കാൻ രേവതിയുണ്ട്. രേവതിക്ക് കണ്ടില്ലേ കടയിട്ട് കൊടുത്തു. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ കണ്ടോ വണ്ടി എടുത്തു കൊടുത്തു. അങ്ങനെ സച്ചി സഹായിക്കും. അതുപോലെ സച്ചിനെ രേവതി സഹായിക്കും, കാറ് മേടിച്ച് കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ വർഷയും അവരും ഇപ്പം തന്നെ ഉടനെ ഒരു കാർ എടുക്കുമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കും, എന്താ ഇപ്പോൾ ശ്രുതിയുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മാത്രം ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറയും, അങ്ങനെ പറയണ്ട, നിങ്ങൾ നല്ലൊരു ഇതിനു വേണ്ടി ശ്രമിച്ചു നോക്കും, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ എന്തൊക്കെ ശ്രമിച്ചു, എന്തൊക്കെ വെയിറ്ററുടെ ജോലി വരെ ചെയ്തു, എന്നിട്ടും എനിക്ക് ജീവിതത്തിലൊരു ഉയർച്ചയില്ലല്ലോ എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കണം, എന്നാണ് നിൻ്റെ അച്ഛനെ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് പറയും. അപ്പോൾ ചോദിക്കുമ്പോൾ, എന്നോടിപ്പോൾ പൈസയൊന്നും ചോദിക്കരുത്, അച്ഛൻ ജയിലിലാണ്, അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നും ഇല്ലാന്ന് ശ്രുതി പറയുകയാണ്. അപ്പോഴത്തേക്കും ചോദിക്കും, ശ്രുതി നീ എൻ്റെ പൈസയൊക്കെ കണ്ടിട്ടല്ലേ നീ ഇങ്ങനെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയും, അല്ലല്ല ഒരിക്കലും അല്ല, നിനക്ക് ഇത്രയും പൈസയൊക്കെ ഉണ്ടെന്ന് എനിക്ക് നിന്നെ ആദ്യ കാഴ്ചയിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ, അത് കഴിഞ്ഞല്ലേ എനിക്കിങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട്. എന്നിട്ട് പറയും, ഇനി എപ്പോൾ അച്ഛൻ്റെ കാര്യം ചോദിക്കരുത്, എനിക്കതിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നല്ല വിഷമമാകുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഇനി ഞാനതിനെക്കുറിച്ച് ചോദിക്കണില്ല എന്ന് പറയും. ശ്രുതി പറയും, എൻ്റെ മനസ്സിലൊരു ഐഡിയ തെളിയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുക, പറയും, അച്ഛൻ്റെ പെൻഷൻ പൈസ കുറേ എൻ്റെ കുടിശ്ശികയൊക്കെ കിട്ടിയില്ലായിരുന്നു, അന്ന് കിട്ടിയ 50 ലക്ഷം രൂപ അത് ശ്രുതി കൊണ്ട് കളഞ്ഞില്ലേന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കൊണ്ട് കളഞ്ഞല്ലാതെ നീലിമ എന്ന് പറഞ്ഞ പെണ്ണ് എന്നെ പറ്റിച്ച് കൊണ്ടുപോയതല്ലേന്ന് ചോദിക്കും. ഇപ്പോൾ അവൾ കാനഡയിലും കണ്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയും. എന്താണല്ലോ അവളെ പോയി കണ്ടുപിടിക്കണം, അവളുടെ ആ പൈസ നമ്മളിലേക്ക് തന്നെ എത്തിക്കണമെന്ന് പറയും, അത് നമുക്ക് തന്നെ മേടിച്ചെടുക്കണമെന്ന് പറയും. അപ്പോൾ ചോദിക്കും, അതെങ്ങനെയാണെന്ന് ചോദിക്കും. അത് നമ്മൾ എങ്ങനെയാണല്ലോ അവളെ കണ്ടുപിടിക്കണമെന്ന് പറയും. അപ്പോൾ ചോദിക്കും, അവളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ അഡ്രസ്സ് കാണുമല്ലോ, അവൾ പോയി ട്രാവൽ ഏജൻസിയോ അങ്ങനെ വഴി നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ വർഷയുടെ അച്ഛനും അമ്മേനെ കാണിക്കുന്നത്. അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്നുണ്ട്, എങ്ങനെയും ശ്രീകാന്തിനെ വർഷേനെ നമുക്ക് ഈ വീട്ടിലേക്ക് എത്തിക്കണം എന്ന് പറയും. അപ്പോൾ ചോദിക്കും, അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കും. പറയും, ഒരു മാർഗ്ഗം നിങ്ങൾ സ്വീകരിച്ചല്ലേ, അതിന് നിങ്ങൾ സച്ചിയുടെ നിന്ന് എന്ത് തല്ല് മേടിച്ചതാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാർഗ്ഗം ചെയ്യുന്നതിന് മുന്നേ അന്ന് നിങ്ങളുടെ പൈസ ആയിരിക്കും പോകുന്നത്, അപ്പം ഒരു കടയിട്ട് അല്ല ഒരു ഹോട്ടലിട്ട് കൊടുക്കുക, റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുക്കുക എന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ലേ, അതുവഴി നമുക്ക് അവരെ ഇങ്ങോട്ട് നമ്മളിലേക്ക് അടുപ്പിക്കാമെന്ന് പറയും. ശ്രീകാന്തിൻ്റെ അമ്മയ്ക്ക് പൈസയോട് നല്ല ആർത്തിയുണ്ട്, അപ്പോൾ അതുവഴി നമുക്ക് എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ വർഷേനെയും കൂടി ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് താമസം മാറ്റിക്കുക, അവർ നമ്മൾക്കോട്ട് കൂടുതൽ അടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെയാണെങ്കിൽ രേവതി വിളിക്കുന്നുണ്ട്, രേവതിൻ്റെ അമ്മേനെ വിളിക്കും. അമ്മ പുറത്തിറങ്ങിയേക്കും. അപ്പോഴത്തേക്കും രണ്ടുപേരും ഒന്നിച്ച് കിട്ടിയതിൻ്റെ പൈസ എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു, അതാന്ന് പറയും. അപ്പോൾ രേവതി ബൈക്കിൽ വരുമ്പോൾ സ്കൂട്ടറിൽ വരുമ്പോൾ ചോദിക്കും, ഇതെന്താ മോളെ ഇതെനിക്ക് സച്ചേട്ടൻ മേടിച്ചെന്ന പുതിയ വണ്ടി, എൻ്റെ കട പോയതുകൊണ്ട് മേടിച്ചതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും അവളുടെ അനിയൻ പറയുന്നുണ്ട്, ഇത് അതുകൊണ്ടൊന്നുമല്ല ചേച്ചി, വെയിലും കൊണ്ടിങ്ങനെ പുറത്തൂടെ നടക്കാൻ വേണ്ടി മേടിച്ച് തന്നതാണെന്ന് പറയും. അപ്പോൾ പറയും, നീ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, അദ്ദേഹം എനിക്ക് സന്തോഷത്തോടു കൂടി മേടിച്ച് തന്നതാണ്, ഞങ്ങൾക്ക് ഇതുപോലെ കുറേ വണ്ടികൾ മേടിക്കണം, ഓൺലൈനായിട്ട് വിൽക്കണമെന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി അമ്മയോട് പറയുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രേവതി ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.